ഹലോ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മോക്കോ ബോർഡ്സ് ക്യാമറകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലവർക്ക് അറിയുണ്ടാവും മോക്കോ ബോർഡ്സ് പിന്നെ ബോർഡ്സ് പറയുന്നത് എന്താണെന്ന്. ഇത് അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്. ബേസിക്കലി മോക്കോ ബോർഡ്സും പിന്നെ ബോൾട്ട് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കണം, അതായത് മോട്ടറൈസ്ഡ് പ്രിസൈസ്ഡ് ക്യാമറാസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന മോക്കോ ബോർഡ്സ് ആയാലും ബോൾട്ട് ആയാലും. പിന്നെ ഈ മോക്കോ ബോർഡ്സ് ആയാലും ബോൾട്ട് ആയാലും അത് ഉണ്ടാക്കുന്ന കമ്പനികളുടെ പേരാണ്. ഇതിൻ്റെ ശരിക്കും ആക്ച്വലുള്ള അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്ന റോബോട്ടിക് ക്യാമറ ആക്ഷൻസ് എന്നാണ്. ഈ ക്യാമറകളുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് പറ്റാത്ത ഓരോ ആംഗിളുകളിലും ക്യാമറ മൂവ്മെൻറ്റും ഇതൊക്കെയാണ് ഈ റോബോട്ട് ക്യാമറാസ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഓരോ ഫുട്ടേജസും എങ്ങനെ എടുക്കണം, അതായത് ഓരോ മൂവ്മെൻറ്റ് പിന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ഇതെല്ലാം എങ്ങനെ വേണം എല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതായത് ഇതിനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ മൂവ്മെൻറ്റ്സ് കീ ഫ്രെയിം വെച്ചിട്ട് ഓരോ ഫ്രെയിമിങ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്തിട്ട് ഈ ക്യാമറകളെ നമ്മൾ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കും. ഈ ഒരു ക്യാമറ ടെക്നോളജി ബേസിക്കലി നമ്മൾ ഈ കാർ മാനുഫാക്ചറിങ് പ്ലാന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓരോ റോബോട്ട്സ്, അതായത് പെയിൻറ് ചെയ്യാനും പിന്നെ ഓരോ പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യാനും ഇതിനൊക്കെ ഓരോ റോബോട്ട്സ് ഉണ്ടാവും. ആ റോബോട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് തുടങ്ങിയത്. നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും കൂടിയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മോക്കോ ബോർഡ് സ്റ്റുഡിയോസ് എന്ന് പറയുന്നത്. അവരും ഇതൊരു ടെക്നോളജി വെച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വിക്രം, ട്രാൻസ്, പുഷ്പ, ഭീഷ്മപർവം, ബീസ്റ്റ് അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാമറാസ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ വലിയ ഡ്രോബാക്ക് ഒന്നുമില്ല, എന്നാലും പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ, അതായത് ഇപ്പോൾ നമ്മളൊരു ചെറിയ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് എക്യുപ്മെൻറ്റ് കുറച്ച് മുന്നേ, അതായത് ഒരു 1.5 to 2 hours മുന്നേ നമ്മളവിടെ പ്രോഗ്രാം ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെക്കണം. അതായത് എത്ര ചെറിയ ഷോട്ടായാലും കുറച്ചൊരു 1.5 hour പ്രയർ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്ത് വെക്കണം. പക്ഷേ ഇതൊക്കെ ചെയ്താലും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗംഭീരമായിരിക്കും. ഒരു രക്ഷയില്ലാത്ത ഔട്ട്പുട്ടാവും നമുക്ക് കിട്ടുക. ഈ ഒരു മോട്ടറൈസ്ഡ് റോബോട്ടിക് ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള ഏത് ഫിലിമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണം.